Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, all of you. എല്ലാവർക്കും good afternoon കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രേയർ ആരാണ്? പ്രേയർ ഞാൻ പാടാം. ഈശ്വര ജഗദീശ്വര സർവേശ്വര നമോ നമോ. ഈശ്വര ജഗദീശ്വര സർവേശ്വര നമോ നമോ. പൂവിലും തളിരിലും തുഷാരബിന്ദുവിലും പാരിലും വിണ്ണിലും വിളങ്ങും ഈശ്വരീ. ഞങ്ങളിൽ സ്നേഹമായി നന്മയായി കനിയേണമേ. ഞങ്ങളിന്നും നന്ദിയോടെ നമിച്ചിടുന്നു. ഈശ്വര ജഗദീശ്വര സർവേശ്വര നമോ നമോ. ഈശ്വര ജഗദീശ്വര സർവേശ്വര നമോ നമോ. സൈനിങ് ആരാണ്? സൈനിങ് ഞാൻ പറയാം മാം. Good afternoon, everyone. It's a great pleasure to see you all here today. First of all, thank you for giving me an opportunity to welcome you all. I'm Ashmi Jason. I'm here to welcome you all for our class. First of all, I'm delighted to extend a warm welcome to a visionary leader and guiding force, our beloved teacher, Ashwati ma'am, to the new section of our class. We are so grateful for your dedication and expertise. Let's dive into this exciting topic together. Please feel free to ask 2 questions anytime. And let's make this an engaging learning session. Last but not least, I welcome all my dear friends to our class. Once again, I welcome you all and look forward to a productive and fulfilling day. Thank you. Okay, then thought of the day. ഞാൻ പറയാം മാം. A little effort today leads to big wins tomorrow. ഇന്ന് ചെറുതായി ശ്രമിച്ചാൽ നാളെ വലിയ വിജയങ്ങൾ ലഭിക്കും. പ്രാക്ടിക്കൽ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? വന്നവര് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നവര് നന്നായിരുന്നോ? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയോ? നന്നായിരുന്നു മാം. മെറ്റീരിയൽസ് കണ്ടപ്പോ എന്ത് തോന്നി? മെറ്റീരിയൽസ് അരിത്തമാറ്റിക് മാത്സിന്റെ ഏരിയ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവുന്നത്. ഇപ്പൊ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മള് ക്ലാസ് കാണുന്ന പോലെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലാസ് ഒബ്സർവ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന്റെ വ്യത്യാസമുണ്ട് മാത്സ് ഏരിയ മെയിൻ ആയിട്ട്. അതുപോലെ ബൈനോമിയൽ ക്യൂബ്സും നോബ്ലെസ് സിലിണ്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതാണ് മെയിൻ ആയിട്ട് തെറ്റിപ്പോകുന്നത്. ബൈനോമിയൽ ക്യൂബ്സും അതുപോലെ നോബ്ലെസ് സിലിണ്ടർ അതിന്റെ വിടുത്തും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനൊരു സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടായിരുന്നോ? കമ്മ്യൂണിക്കേഷനില്
പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? യെസ് മാം. Yes, ma'am. എത്ര പേര് ചെയ്തിട്ടുണ്ട്? എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ. എല്ലാവരോടും ചെയ്യാനായിട്ട് പറഞ്ഞു. സമയം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. കാരണം സെമിനാർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ് 2 ആഴ്ചയുള്ള നമുക്ക് പ്രാക്ടിക്കലിന്റെ ക്ലാസ് ആയിരുന്നു ലൈവ് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ സെമിനാർ ടോപ്പിക്? യെസ് മാം. ഞാൻ പറയാം മാം. ഓക്കെ. Good afternoon, everyone. Today I am going to speak about the component of communication. Communication means the process of sharing information, ideas, or feelings between people. The main component of communication are sender, the person who sends the message. Second one, message, the information or idea that is sent. Third, channel, the medium used to send the message, like speech, writing, or phone. Fourth, receiver, the person who receives and understands the message. Fifth, feedback, the response from the receiver to the sender. Sixth, noise, anything that disturbs or block the communication. These components are very important for effective communication. ഇന്ന് ഞാൻ ആശയവിനിമയത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ്. ആശയവിനിമയം എന്നത് ആളുകൾ തമ്മിൽ ആശയങ്ങളും ചിന്തകളും പങ്കുവെക്കുന്ന പ്രക്രിയയാണ്. പ്രധാന ഘടകങ്ങൾ അയക്കുന്നവൻ, സന്ദേശം, മാധ്യമം, സ്വീകർത്താവ്, പ്രതികരണം, ശബ്ദം എന്നിവയാണ്. സ്വീകർത്താവ് അത് മനസ്സിലാക്കി പ്രതികരിക്കുന്നു. ശബ്ദം എന്നത് സന്ദേശം വ്യക്തമായി എത്തുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് ഫലപ്രദമായ ആശയവിനിമയം നടക്കുന്നത്. Conclusion. All components of communication are important for sharing ideas clearly. When the sender, message, medium, receiver, feedback, and noise work together properly, communication becomes effective and successful. Question answer ചോദിച്ചാലോ മിസ്? ചോദിക്കാം. Who is the sender? The person who sends or convey the message. Yes. What are the main components of communication? Sender, message, encoding, media, decoding, receiver, feedback, noise. Okay. Thank you all. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ സെമിനാർ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. പ്രസന്റ് ചെയ്ത ആളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലഹാൻ എന്നാണോ പേര്? ലഹാൻ ആണോ? ബുഷിറ. ഈ മോന്റെ പേരാ ലഹാൻ. ബുഷ്റ, ഇപ്പൊ പ്രസന്റ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ക്ലിയറൻസ് വേണമെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും ഓക്കെ ആണോ? ബുഷ്റ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം. Yes, ma'am. Okay. ഓക്കെ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. ഞാൻ ചെയ്യട്ടെ മാം. അശ്മി മോൾ ചെയ്തോളൂ. Good afternoon, Ashwati ma'am and my dear friends. I'm Ashmi Jason. I'm here to present a seminar on topic components of communication. Let's move into the topic. Introduction. Communication derived from the Latin word communis, which means common understanding. Communication is the process of exchange of information between two or more persons to reach common understanding. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡായ കമ്മ്യൂണിസം ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കോമൺ അല്ലെങ്കിൽ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആശയവിനിമയം. അതായത് രണ്ടിൽ കൂടുതൽ ആളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത്.
മെയിൻ ആയിട്ട് ആ ഒരു ആശയം ചിലപ്പോൾ ഫീലിങ്സ് ആവാം, അല്ലെങ്കിൽ ഐഡിയാസ് ആവാം, കാഴ്ചപ്പാടുകളാവാം, യാഥാർത്ഥ്യങ്ങളാവാം. ഓരോ ആളുകളുടെ തമ്മിലുള്ള എന്താണോ അവർക്ക് കൈമാറേണ്ടത് ആ കൈമാറുന്ന പ്രോസസ് ഇൻഫോർമേഷനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡെഫിനിഷൻ ബൈ Harold Jones. Communication is transfer of information from the sender to the receiver with the information being understood by the receiver. അതായത് ഹാരോൾഡ് ജോൺസിന്റെ ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് രണ്ടാളുകൾ ഉണ്ടായിരിക്കും, സെൻഡർ ഉണ്ടായിരിക്കും, റിസീവർ ഉണ്ടായിരിക്കും. അപ്പൊ സെൻഡർ റിസീവർ കൈമാറുന്ന ഇൻഫോർമേഷൻ റിസീവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൈമാറുന്ന ആ പ്രോസസ്സിനെയാണ്, ഇൻഫോർമേഷൻ കൈമാറുന്ന പ്രോസസ്സിനെയാണ് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓർ എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ, സെൻഡർ. സെൻഡർ മീൻസ് പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക. സെൻഡർ മീൻസ് പേഴ്സൺ ഹു കൺവേസ് ഹിസ് തോട്ട്സ് ഓർ ഐഡിയാസ് ടു ദ റിസീവർ. ദ സെൻഡർ റെപ്രസെന്റ് സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് സെൻഡർ എന്ന് ഉദ്ദേശിക്കുന്ന പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക ആരാണോ മെസ്സേജ് കൺവേ ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ സെൻഡർ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ആള് എന്താണോ റിസീവർക്ക് കൈമാറുന്നത്, ആളുടെ തോട്ട്സ് ആവാം അല്ലെങ്കിൽ ഐഡിയാസ് ആവാം. അപ്പൊ എന്താണോ ആരാണോ മെസ്സേജ് കൺവേ ചെയ്യുന്നത് റിസീവർക്ക് അയാളെ നമ്മൾ എന്തെന്ന് പറയുന്നത് സെൻഡർ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഉറവിടം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് സെൻഡർ ആണ്. സെക്കൻഡ് വൺ, മെസ്സേജ്. It is the content of ideas, feelings, suggestions, order, etc. intended to be communicated. It is the subject matter of communication. Message എന്ന് പറഞ്ഞ സന്ദേശം. നമ്മൾ എന്താണ് കൈമാറേണ്ടത്, അതിനെയാണ് എന്ത് വിഷയമാണ് കൈമാറേണ്ടത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെസ്സേജ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോ ഓരോരുത്തരുടെ ഐഡിയാസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓർഡർ. ഇപ്പൊ ഒരു ഓഫീസ് ആണെങ്കിൽ മാനേജർ എംപ്ലോയിക്ക് കൺവേ ചെയ്യുന്ന വലിയ ഓർഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ വലിയ ഫീലിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐഡിയാസ് സജഷൻസ്. അപ്പൊ എന്താണോ അവർ ചെയ്യുന്നത് ആ ഒരു കണ്ടന്റിനെ നമ്മൾ എന്ന് പറയുന്നത് മെസ്സേജ് എന്ന് പറയുന്നത്. അടുത്തത്, എൻകോഡിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ മെസ്സേജ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾസ് സച്ച് ആസ് വേർഡ്സ്, പിക്ചേഴ്സ്, ഗസ്റ്റേഴ്സ്, എക്സെട്ര. അതായത് നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ് പിക്ചർ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഏത് രീതിയിലുള്ള കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മീഡിയ. ഇറ്റ് ഈസ് ദ പാത്ത് ത്രൂ വിച്ച് എൻകോഡഡ് മെസ്സേജ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു റിസീവർ. ദ ചാനൽ മേ ബി ഇൻ റിട്ടൺ ഫോം, ഫേസ് ടു ഫേസ്, ഫോൺ കോൾ, ഇന്റർനെറ്റ്, എക്സെട്ര. അതായത് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് മാധ്യമം അല്ലെങ്കിൽ ചാനൽ. നമ്മൾ എൻകോഡ് ചെയ്ത മെസ്സേജ് റിസീവറിലേക്ക് കൈമാറേണ്ട ആ ഒരു ചാനൽ നമ്മൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ആ ഒരു ചാനലിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് മീഡിയ എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോ ഫേസ് ടു ഫേസ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല എഴുത്ത് രൂപേണായിരിക്കാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ഇമെയിൽ വഴിയായിരിക്കാം. അങ്ങനെ ഏത് രീതിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചൂസ് ചെയ്യുന്നത് ആ ഒരു ചാനലിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് മീഡിയ എന്ന് പറയുന്നത്. അടുത്തതാണ് ഡീകോഡിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് encoded message into readable language to understand the message to the receiver. അതായത് നമ്മൾ ഓൾറെഡി എൻകോഡ് ചെയ്ത മെസ്സേജുകൾ റിസീവറിലേക്ക് മനസ്സിലാവുന്ന രീതിയിൽ, മെയിൻ ആയിട്ട് റിസീവർക്ക് മനസ്സിലാവണം. എങ്ങനെയാണ് മനസ്സിലാവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് റിസീവർ. The person who receives the communication of the sender and understands the message. അതായത് സ്വീകർത്താവ്. മെയിൻ ആയിട്ട് സെൻഡർ ആണ് മെസ്സേജ് കൈമാറുന്നത്. അപ്പോ ആരാണ് സ്വീകരിക്കുന്നത് ആ സ്വീകരിക്കുന്ന ആളെ നമ്മൾ എന്ന് പറയുന്നത് റിസീവർ എന്ന് പറയുന്നത്. ആൾക്ക് ആ മെസ്സേജ് മെയിൻ ആയിട്ട് മനസ്സിലാവുകയും കൂടി ചെയ്യണം. അടുത്തതാണ് ഫീഡ്ബാക്ക്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ആക്ഷൻസ് ഓഫ് റിസീവർ ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഹി ഹാസ് റിസീവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് മെസ്സേജ് ഓഫ് സെൻഡർ. അതായത് ഇപ്പൊ ഓൾറെഡി കൺവേ ചെയ്ത മെസ്സേജ് റിസീവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് ആ മെസ്സേജ് മനസ്സിലായി എന്ന് സൂചന നൽകുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫീഡ്ബാക്ക് എന്ന് പറയും. ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാം, ഇമെയിലൊക്കെ ആണെങ്കിൽ അതിനൊരു റിപ്ലൈ കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നത് ആ റെസ്പോൺസ് ചെയ്യുന്ന ആ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോയ്സ്. Noise means some obstruction or hindrance to communication. This hindrance may be caused to sender, message or receiver.
അതായത് നോയ്സ് എന്ന് പറഞ്ഞ ബഹളം. അതായത് നമ്മളിപ്പോ മെസ്സേജ് കൺവേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, ആ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ മെയിൻ ആയിട്ട് നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പൂവർ ടെലിഫോൺ കണക്ഷൻ ആയിരിക്കാം. അപ്പൊ സെൻഡർ റിസീവ് ചെയ്യുന്ന സമയത്ത് സെൻഡറിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ റിസീവറിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്ന തടസ്സങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് മെയിൻ ആയിട്ട് നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതുവരെ ക്ലിയർ ആണ് എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യം സെൻഡർ ഉണ്ടായിരിക്കും. സെൻഡർ മെയിൻ ആയിട്ട് മെസ്സേജ് ആണ് പാസ് ചെയ്യുന്നത്. ആ മെസ്സേജ് എൻകോഡ് ചെയ്യണം. ആ എൻകോഡ് ചെയ്ത മെസ്സേജ് നമ്മളൊരു ചാനൽ വഴി നമ്മൾ മീഡിയ തിരഞ്ഞെടുക്കണം. ദെൻ അത് നമ്മൾ ഡീകോഡ് ചെയ്തിട്ട് റിസീവറിലേക്ക് എത്തിക്കണം. റിസീവർ അതിന് ഫീഡ്ബാക്ക് കൊടുക്കും. അതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് കമ്പോണൻസ് ഓർ എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് കൺക്ലൂഷൻ. Effective communication is crucial in all aspects of life, including personal and professional relationship. Understanding the components of communication can help individuals communicate more effectively and achieve their goals. അതായത് നമുക്ക് മെയിൻ ആയിട്ട് അറിയാം, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യത്തിലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, അതൊക്കെ നമുക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ഇപ്പോൾ പേഴ്സണൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് എടുക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും എഫക്റ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കാര്യങ്ങളൊക്കെ വരാം. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലൈഫ് മാനേജർ എംപ്ലോയിക്ക് കൺവേ ചെയ്യുന്ന മെസ്സേജ് എംപ്ലോയിക്ക് മനസ്സിലായില്ല, വേറെ രീതിയിലാണ് ആള് അത് മനസ്സിലാക്കി ചെയ്തെങ്കിൽ അവിടെ എന്തെങ്കിലും മിസ്മാച്ചസ് വരാം. അപ്പൊ എപ്പോഴും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമാണ് നമുക്കൊരു നമ്മുടേതായ ഗോൾസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു മാം. Questions ചോദിച്ചോട്ടെ മാം? ചോദിച്ചു. First question, communication derived from a dash word. Latin word. That word അവയത് പറയാമോ? Communis. Meaning of that word, meaning of Communicate. Repeat ചെയ്യാവോ? the meaning of communis. Common understanding. Yes, correct. Then next question, what are the components or elements of communication? Center. The channel, encoding, receiver. Yes, ma'am. ജസ്റ്റ് അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഒന്ന് പിൻ ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും കാണുന്നുണ്ടോ? എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പിക്ചർ ആണ് കാണിച്ചു തന്നിരിക്കുന്നത് അശ്മി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻഡർ ഉണ്ടായിരിക്കും. ആ മെസ്സേജ് എൻകോഡ് ചെയ്യുന്നത് എൻകോഡ് ചെയ്യും. റിസീവറിലേക്ക് എത്തും. റിസീവർക്ക് അത് മനസ്സിലായെങ്കിൽ റിസീവറിന്റെ അവിടെ നിന്ന് ഒരു ഫീഡ്ബാക്ക് ആർക്ക് പോകും? സെൻഡർക്ക് പോകും. പിന്നെ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ, ഇപ്പൊ സെൻഡറിന്റെ ഭാഗത്തു നിന്നായിരിക്കാം കൺവേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റിസീവറിന്റെ ഭാഗത്തു നിന്നായിരിക്കാം. അപ്പൊ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് നേരിടുന്നതാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെൻഡർ ഉണ്ടായിരിക്കും, റിസീവർ ഉണ്ടായിരിക്കും. ഓക്കെ മാം, വേറെ അതിപ്പോ എടുക്കണോ? മറ്റേ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ പോയിന്റ്സിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇതെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ്, വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ്. അത് ഞാൻ പറയാം, അപ്പൊ ചെയ്താൽ മതി കേട്ടോ. ഇപ്പൊ നമ്മള് കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് വൺ ആരാണ്? ഞാൻ ചെയ്യാം മാം. നവമി. Components of communication.
Just introduction. Communication is the process of sharing information, ideas, feelings, and messages between two or more people. It is an essential part of our daily lives and plays a key role in education, business, healthcare, and personal relationships. Effective communication helps us understand others, express ourselves clearly, and build meaningful connections. ആശയവിനിമയത്തിന്റെ ഘടകങ്ങൾ. ആശയവിനിമയം എന്നത് രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ, വികാരങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ തുടങ്ങിയവ ഷെയർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഏറ്റവും അവിഭാജ്യമായിട്ടൊരു ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം, അതുപോലെ ബിസിനസ്, ആരോഗ്യരംഗം, പിന്നെ നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്സ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ആശയവിനിമയത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. ഫലപ്രദമായ ആശയവിനിമയം നമ്മെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്വയം വ്യക്തമായി പ്രകടിപ്പിക്കാനും നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. Meaning of communication. The word communication comes from the Latin word communicare, which means to share. It involves the exchange of information through speech, writing, gestures, signals, or behavior. In simple terms, communication is the process of sending and receiving messages to achieve mutual understanding. കമ്മ്യൂണിക്കേഷന്റെ മീനിങ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന പദം ലാറ്റിൻ ഭാഷയിലെ കമ്മ്യൂണിക്കേ എന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഷെയർ, പങ്കിടുക എന്നതാണ്. ആശയവിനിമയം എന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. Components of communication. Every communication process involves several key elements. These are known as the components of communication. They work together to make sure the message is sent, received, and understood properly. Here are the main components. First one, sender or source or communicator. The sender is the person who initiates the communication. They create and deliver the message. The sender's role is to think, encode, and send the message clearly. Example, a teacher explaining a lesson to students. ആശയവിനിമയത്തിന്റെ പ്രധാന ഘടകങ്ങൾ. ഒരു ആശയവിനിമയ പ്രക്രിയയിൽ നിരവധി പ്രധാന ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം ഒരുമിച്ചാണ് സന്ദേശം ശരിയായ രീതിയിൽ അയക്കാനും സ്വീകരിക്കാനും അതുപോലെ മനസ്സിലാക്കാനും സഹായിക്കുന്നത്. ഫസ്റ്റ് കോമ്പോണന്റ് എന്ന് പറയുന്നത് അയക്കുന്നയാൾ, സെൻഡർ ആണ്. സെൻഡർ എന്ന് പറയുമ്പോൾ ആശയവിനിമയം ആരംഭിക്കുന്ന വ്യക്തിയാണ്. സന്ദേശം സൃഷ്ടിക്കുകയും അതുപോലെ അയക്കുകയും ചെയ്യുന്നത് അയാളുടെ ചുമതലയാണ്. അയക്കുന്നയാൾ തന്റെ ചിന്തകൾ വ്യക്തമായി രൂപപ്പെടുത്തി അയക്കണം. ഉദാഹരണം, ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. Then second one, message. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഭയങ്കര എക്കോ വരുന്നുണ്ട്. ഇല്ല, പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? നോ മാം, എക്കോ അടിക്കുന്നുണ്ട്. എക്കോ ഞാൻ പറയുന്നത് എനിക്ക് തന്നെ തിരിച്ചു കേൾക്കാം. തിരിച്ചു കേൾക്കാം അല്ലേ? ആരുടെങ്കിലും മൈക്ക് ഓൺ ആണോ? ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടിന്യൂ ചെയ്തോളൂ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നവമി. Second one, message. The message is the information, idea, or thought that the sender wants to communicate. It's the core content of the communication process. The message must be clear, concise, and meaningful. Example, instructions, news, opinions, feelings, etc. രണ്ടാമത്തെ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് സന്ദേശമാണ്, അതായത് മെസ്സേജ്. സന്ദേശം എന്നത് അയക്കുന്നയാൾ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻഫർമേഷൻ, അതായത് വിവരം അല്ലെങ്കിൽ ഒരു ചിന്ത, ആശയം അല്ലെങ്കിൽ അയാളുടെ ഒരു ഫീലിങ്സ്, വികാരം ഒക്കെയാണ്. ഇത് ആശയവിനിമയത്തിന്റെ ഏറ്റവും മധ്യകേന്ദ്രമാണ്, അതായത് സെൻട്രൽ പോയിന്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടന്റ് ആണ്. സന്ദേശം അതുപോലെ തന്നെ ലളിതവും പിന്നെ മീനിങ്ഫുള്ളും ആയിരിക്കണം, അർത്ഥമുള്ളതായിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിർദ്ദേശങ്ങൾ, നമ്മളിപ്പോ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് എന്തെങ്കിലും ന്യൂസ്, വാർത്തകള്, നമ്മുടെ അഭിപ്രായങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെയാണ് സന്ദേശം എന്നതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങള്. തേർഡ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എൻകോഡിംഗ് ആണ്. Encoding is the process of converting thoughts into symbols, words, or gestures that the receiver can understand. The sender uses language, pictures, signs, and body language to form the message.
Example, writing a letter, speaking words, or using gestures. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻകോഡിംഗ്. എൻകോഡിംഗ് എന്നത് നമ്മുടെ ചിന്തകളെ വാക്കുകൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഷ എന്നിവയിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അയക്കുന്നയാൾ സ്വീകരിക്കുന്നയാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സന്ദേശം രൂപപ്പെടുത്തണം. നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മൾ റിസീവ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു കത്ത് എഴുതുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ ഗസ്റ്റേഴ്സ്, അതായത് നമ്മൾ കാണിക്കുന്ന ആംഗ്യങ്ങള്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. തേർഡ് പോയിന്റ്, ചാനൽ ഓർ മീഡിയം. The channel is the medium through which the message is transmitted from sender to receiver. It can be verbal, non-verbal, written, electronic, or visual. Examples, face-to-face conversation, phone calls, emails, letters, or social media. നാലാമത്തെ ഒരു പോയിന്റ്, മാധ്യമം അല്ലെങ്കിൽ ഒരു ചാനൽ. ചാനൽ എന്നത് സന്ദേശം അയക്കുന്നയാളിൽ നിന്ന് സ്വീകരിക്കുന്നയാളിലേക്ക് എത്തിക്കുന്ന ആ ഒരു മാർഗത്തെ അല്ലെങ്കിൽ ആ ഒരു രീതിയെ പറയുന്നതാണ്. ഇത് വാചികമായ, അതായത് നമ്മൾ സംസാരത്തിലൂടെയോ എഴുത്തായോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ആയോ ഇലക്ട്രോണിക് ആയോ ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് ഒരാളുടെ ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫോൺ കോളുകള്, നമ്മൾ അയക്കുന്ന ഇമെയിൽസ്, കത്തുകള്, പിന്നെ സോഷ്യൽ മീഡിയ വഴിയും ഇപ്പൊ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. അതെല്ലാം ഈ ഒരു പോയിന്റിന് നമുക്ക് പറയാവുന്ന എക്സാമ്പിൾസ് ആണ്. ഫിഫ്ത് പോയിന്റ് എന്ന് പറയുന്നത് റിസീവർ. The receiver is a person or group who receives and interprets the message. The role is to listen, read, or observe and understand the information. Example പറയുകയാണെങ്കിൽ students listening to a teacher, an audience watching a presentation. അഞ്ചാമത്തെ പോയിന്റ്, സ്വീകരിക്കുന്നയാൾ, അതായത് നമ്മൾ അയക്കുന്ന മെസ്സേജ് സ്വീകരിക്കുന്നയാളാണ് റിസീവർ എന്ന് പറയുന്നത്. സന്ദേശം സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് സ്വീകരിക്കുന്നയാള്. അയക്കുന്നയാളുടെ സന്ദേശം കേൾക്കുക, വായിക്കുക അല്ലെങ്കിൽ കാണുക എന്നതൊക്കെയാണ് റിസീവറിന്റെ ചുമതല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? ടീച്ചറെ ശ്രദ്ധിച്ചിട്ടിരിക്കും, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അതാണ് ഈ റിസീവർക്ക് പറയാവുന്ന ഒരു എക്സാമ്പിൾ. സിക്സ്ത് പോയിന്റ്, ഡീകോഡിംഗ്. Decoding is the process of interpreting and understanding the message. The receiver converts the symbols or words into meaningful ideas. Example, understanding the meaning of a speech or reading a text message. Decoding എന്നത് സന്ദേശം മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്വീകരിക്കുന്നയാൾ സന്ദേശം അർത്ഥവത്തായ ചിന്തകളാക്കി മാറ്റുന്നു. ഉദാഹരണം, പ്രസംഗത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, ടെക്സ്റ്റ് നമ്മൾ അയക്കുന്ന മെസ്സേജ് വായിക്കുക, ഇതൊക്കെയാണ് ഡീകോഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. Then seventh one, feedback. Feedback is the response or reaction of the receiver to the sender's message. It helps the sender whether the message was understood correctly. Feedback makes communication a two-way process. Example, nodding, asking questions, replying to a message. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പ്രതികരണം. അതായത് പ്രതികരണം എന്നത് സ്വീകരിക്കുന്നയാൾ അയക്കുന്നയാളിന് നൽകുന്ന ഒരു മറുപടിനെ പറയുന്നതാണ്. ഇതിലൂടെ സന്ദേശം ശരിയായി മനസ്സിലായോ എന്ന് അയക്കുന്നയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ പ്രതികരണം ആശയവിനിമയത്തെ ടൂ വേ ആക്കുന്ന, അതായത് ഒരാൾ മാത്രം, ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മളിപ്പോ റേഡിയോ, ഇതെന്താ ഞാൻ റേഡിയോ ആണോ എന്ന് പറയില്ലേ, കാരണം നമ്മൾ ആരോടെങ്കിലും സംസാരിക്കും, നമ്മൾ മാത്രം ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, കേൾക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചോദിക്കില്ലേ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എനിക്ക് എപ്പോഴും റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോ ഞാൻ ചോദിക്കും, ഞാൻ റേഡിയോ എന്ന് ചോദിക്കും. അതായത് നമുക്ക് റേഡിയോ പറയുന്നത് കേൾക്കാനേ പറ്റുള്ളൂ, നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ അയക്കുന്ന മെസ്സേജ് കൃത്യമായിട്ട് ആർക്കാണോ കിട്ടേണ്ടത് അയാൾക്ക് കിട്ടിയെന്ന് നമുക്ക് അറിയണം. അയാളുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് വേണം. അതിനെയാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ ഇങ്ങനെ അയാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന നിലയിൽ നമ്മളിങ്ങനെ തലയാട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും നമ്മളോട് പറയുകയാണെങ്കിൽ അതിന് വേണ്ട മറുപടി നമ്മൾ കൊടുക്കും. അതിനെയാണ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രതികരണം എന്ന് പറയുന്നത്. 8th point, noise or interference. Noise is anything that distorts or interrupts the communication process. It can be physical, psychological, or semantic. Examples, loud background sounds, misunderstanding words, emotional distractions. ശബ്ദം or ഇടപെടൽ,
അതിനെയാണ് ഈ നോയ്സ് എന്നതുകൊണ്ട് പറയുന്നത്. ശബ്ദം എന്നത് ആശയവിനിമയ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏതൊരു കാരണവുമാവാം. ഇത് ഭൗതികമായോ മനോവൈകല്യമായോ അല്ലെങ്കിൽ ഭാഷാ സംബന്ധമായോ ആകാം. ഉദാഹരണം, പുറമേയുള്ള ശബ്ദം, തെറ്റായ അർത്ഥഗ്രഹണം, മാനസിക വ്യത്യാസങ്ങൾ. അതായത് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ്. ഇപ്പൊ ഞാനിവിടെ സെമിനാർ എടുക്കുമ്പോൾ ഇപ്പുറത്ത് കുറെ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളെ, ഞാൻ സ്കൂളിലായതുകൊണ്ട്. അപ്പൊ അതും ഒരു എന്താ പറയാ, നമുക്ക് ഈ ഒരു നോയ്സിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ യഥാർത്ഥമായ അർത്ഥം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവണമെന്നില്ല. പിന്നെ എല്ലാവരുടെയും എന്താ പറയാ മൈൻഡ് സെറ്റും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളും വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് നോയ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്: സെന്റർ, എൻകോഡിംഗ്, മെസ്സേജ്, ചാനൽ, റിസീവർ, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക്, നോയ്സ്. അത് നേരത്തെ ആഷ്മി കാണിച്ച ഒരു ഡയഗ്രാം ആണ്. അത് ഇപ്പൊ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റാനുള്ള, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. നേരത്തെ കണ്ട സെയിം സംഭവം തന്നെയാണ്. Conclusion: communication is effective only when all components work together smoothly. Understanding these components helps us improve the clarity and effectiveness of our interactions, whether in personal life or professional settings. Mastering the communication process builds better relationships, solves problems, and enhances cooperation. അതായത് എല്ലാ ഘടകങ്ങളും ഏകോപിതമായി പ്രവർത്തിക്കുമ്പോഴാണ് ആശയവിനിമയം ഫലപ്രദമാകുന്നത്. ഈ ഘടകങ്ങളെ മനസ്സിലാക്കുന്നത് നമ്മുടെ ആശയവിനിമയം കൂടുതൽ വ്യക്തവും ഫലപ്രദവുമാകാൻ സഹായിക്കുന്നു. വ്യക്തിഗതമായോ പ്രൊഫഷണൽ ജീവിതത്തിലോ നല്ല ആശയവിനിമയം മികച്ച ബന്ധങ്ങൾ സ്ഥാപിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹകരണം വളർത്താനും നമ്മളെ സഹായിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. നന്നായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഹൂ ഇനീഷ്യേറ്റ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്? ഹൂ ഇനീഷ്യേറ്റ്സ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ആരാണ്? കറക്റ്റ് ആണ്. What is the information shared in communication called? Sorry? Message. Correct ആണ്. What is the process of converting thoughts into words or symbols? Feedback. Encoding. Feedback or encoding? Encoding. അതായത് നമ്മുടെ തോട്ട്സിനെ സിമ്പിൾസ് ആയോ അല്ലെങ്കിൽ വേർഡ്സ് ആയോ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ചോദിച്ചത്. അത് എൻകോഡിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ത്രൂ വാട്ട് മീഡിയം ഈസ് ദ മെസ്സേജ് ട്രാൻസ്മിറ്റഡ്? Channel. Who receives and interrupts the message? Noise. Who receives and interrupts the message? Receiver. Receiver ആണ്. What is the process of understanding the message called? Feedback. So, what is the process of understanding the message called? Encoding or receiver? What is the decoding? What is the process? Decoding. Decoding. What is the reaction or response from the receiver called? Feedback. Correct. What is anything that disturbs the communication process called? Noise. Correct. Thank you, ma'am. Okay, very good. Then ഇനി ആരാണ് പ്രസന്റ് ചെയ്യാനുള്ളത്? മാം ശ്രീദേവിയാണ്. ശ്രീദേവി. സ്റ്റാർട്ട് ചെയ്തോട്ടെ മാം. സ്റ്റാർട്ട് ചെയ്തു. Okay, good afternoon everyone. My name is Sridevi and I am going to present a seminar on the topic communication and its effective ways. As earlier said by our fellow friends, communication is imparting or exchanging of information by speaking, writing or using some other medium. Communication എന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയാസ്, അത് എന്തോ ആയിക്കോട്ടെ, നമുക്കൊരു കാര്യം, ഒരു മെസ്സേജ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ആവാം, അത് സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ എഴുത്തുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെയോ നമ്മുടെ അടുത്തിരിക്കുന്ന, മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിക്കേഷന് ഒരുപാട്
സ്റ്റെപ്സ് ഉണ്ട്. മെയിൻലി നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഈസ് ദ സെൻഡർ ഓർ സോഴ്സ്. Sender is someone or the individual who initiates the communication and he or she has an idea or a thought to share. ഒരു ആശയം കൈമാറാൻ കൈവശമുള്ള ഒരാൾ, ആ ഒരു വ്യക്തിയാണ് നമ്മൾ സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻഡറിന്റെ കയ്യിലുള്ള ഈ വിഷയം പുറത്തേക്ക് എത്തിക്കണമെങ്കിൽ ഒരു മാധ്യമം വേണം. ആ മാധ്യമമാണ് ചാനൽ ഓർ മീഡിയം. The path or medium through which the message travels from the sender to the receiver. It can be speaking, writing, a message, a phone call, an email. It can be anything. Message. Message is the information, idea or feeling that the sender wishes to convey. അപ്പൊ നമ്മുടെ ഈ മാധ്യമത്തിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന ആ ഒരു ഇൻഫോർമേഷൻ ആണ്, ആ ഒരു ആശയമാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻഡറിന്റെയും ഈ മീഡിയ എന്ന് പറയുന്നതിന്റെ ഇടയിൽ വരുന്ന ഒരു ഫാക്ടറാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. എൻകോഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൈവശമുള്ള ആ ഒരു ഇൻഫോർമേഷനെ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സംസാരത്തിലൂടെയാണോ ടോക്കിങ്ങിലൂടെയാണോ അത് കൺവേ ചെയ്യേണ്ടത്, അല്ല അത് വാക്കുകൾ വേർഡ്സിലൂടെയാണോ അല്ലെങ്കിൽ സിമ്പിൾസിലൂടെയാണോ അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റേഴ്സിലൂടെയാണോ, ആ ഒരു പ്രോസസ്സാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. സെൻഡറുടെയും ചാനൽ അല്ലെങ്കിൽ മീഡിയയുടെയും ഇടയിൽ വരുന്ന ഒരു പ്രോസസ്സാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെൻഡർ, എൻകോഡിംഗ്, മെസ്സേജ്, പിന്നെ ചാനൽ ഓർ മീഡിയ. നെക്സ്റ്റ് ഈസ് ദ ഡീകോഡിംഗ് പ്രോസസ്. The decoding process is the process of interpreting the encoded message to understand its meaning. നമ്മൾ സോഴ്സ് അല്ലെങ്കിൽ സെൻഡർ പുറത്തു കൊണ്ടുവന്ന ആ ആശയം അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അതിന്റെ അതേ അർത്ഥത്തിലേക്ക് മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഈ ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഈ ഡീകോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന വ്യക്തിയാണ് അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ നെക്സ്റ്റ് ഫാക്ടർ, അതായത് റിസീവർ എന്ന് പറയുന്നത്. The person or people who receive the message and decode it to grasp its content. സെൻഡർ പുറത്തുവിടുന്ന ആ ഇൻഫോർമേഷൻ ഡീകോഡ് ചെയ്ത് അത് ഗ്രാസ്പ്, അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് റിസീവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് the receiver's response or reaction to the message, which confirms the understanding and allows the sender to see if the message was received as intended. അതായത് നമ്മൾ സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് പുറത്തുവിട്ട ഇൻഫോർമേഷൻ ഡീകോഡ് ചെയ്ത് റിസീവറിന് കിട്ടി. ആ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ ഈ സെൻഡർ ഉദ്ദേശിച്ച അതേ വിവരമാണോ, അദ്ദേഹം ഉദ്ദേശിച്ച അതേ കാര്യമാണോ ഈ റിസീവറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്ന് കൺഫേം ചെയ്യുന്നത് അവരുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ഇൻ ദ സെൻസ് സെൻഡറിന്റെ ഇൻഫോർമേഷൻ അതേപോലെ അതേ മീനിങ്ങോടുകൂടിയാണ് റിസീവർ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ ദ ഫീഡ്ബാക്ക് ഈസ് പോസിറ്റീവ്. അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദ ഫീഡ്ബാക്ക് വിൽ ബി നെഗറ്റീവ്. അപ്പൊ ഈ ഫീഡ്ബാക്കിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് നമുക്ക് നെക്സ്റ്റ് പറയാം നോയ്സ് എന്ന് പറയുന്ന ഫാക്ടർ. Noise എന്ന് പറയുന്നത്, as earlier said, any interference or barrier that disrupts the communication process and can distort the message, such as physical distractions, cultural differences, or psychological barriers. സെൻഡർ കൊടുക്കുന്ന ഇൻഫോർമേഷൻ റിസീവറിലേക്ക് എത്തുന്നതിന്റെ ആ ഇടയിൽ എന്തെങ്കിലും ഒരു തടസ്സം, അതെന്തെങ്കിലും ആവാം, നോയ്സ്, പുറമെയുള്ള ബഹളങ്ങളാവാം, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ കൾച്ചറൽ ഡിഫറൻസോ അല്ലെങ്കിൽ ആ ആശയം മനസ്സിലാക്കാനുള്ള ആ റിസീവറിന്റെ അപ്പോഴത്തെ മെന്റൽ അവസ്ഥയോ എല്ലാം ഒരു ബാരിയർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒക്കെ പുറമെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ഈ മെസ്സേജിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവര് എവിടെ വെച്ചാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവിടെ ചുറ്റുപാടുള്ള അവരുടെ സർക്കംസ്റ്റൻസസ് ഒക്കെ ഈ മെസ്സേജിനെ അല്ലെങ്കിൽ ഇൻഫോർമേഷനെ എഫക്ട് ചെയ്യുന്നു.
അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് കൊടുക്കുന്ന ഇൻഫോർമേഷൻ അതേ മീനിങ്ങോടുകൂടി അല്ലെങ്കിൽ അതേ ഫീലോടുകൂടി ആ റിസീവർ ഡീകോഡ് ചെയ്ത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് എന്ന് പറയുന്നത്. ഇത്രയാണ് കമ്മ്യൂണിക്കേഷനെ പറ്റി പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് അതായത് പുതിയ പുതിയ പോയിന്റ്സ് വരുമ്പോ നോട്ട് ചെയ്തെടുക്കുന്നുണ്ടോ? വെറുതെ കേട്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്? നോട്ട് ചെയ്യുന്നുണ്ട്? ഓക്കെ. അപ്പൊ ശ്രീദേവി ഇവിടെ സെമിനാർ പ്രസന്റ് ചെയ്തു. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണ് അല്ലേ? ഓക്കെ ആണ്. എന്നാൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ മാം. ചോദിച്ചു. ഓക്കെ. When can we say that a communication is effective? കറക്റ്റ് When can we കഴിയുമ്പോൾ കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടി കഴിയുമ്പോൾ we can say that the communication is effective. Okay. What is the process of converting an idea into a form that can be communicated, such as words, symbols, or gestures? Encoding. Encoding. Okay. Does communication depend on the receiver's mindset or his physical or mental state? എസ് ഓർ നോയിൽ ആൻസർ തരേണ്ടതോ? Yes or no എന്നും തരാം. എന്തെങ്കിലും പോയിന്റ്സ് എലാബറേറ്റ് ചെയ്ത് പറയാനുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. ക്വസ്റ്റ്യൻ ആദ്യം പറയാമോ? Does communication affect on the physical or mental or the overall state of the receiver? എസ് എന്ന് പറയാം. Yes എന്ന് പറയാം. എഫക്റ്റീവ് അല്ലോ കമ്മ്യൂണിക്കേഷൻ. ഞമ്മ ഇപ്പൊ അപ്പറിപ്പറ കമ്മ്യൂണിക്കേറ്റ് ആക്കിയപ്പോ ഞങ്ങള് റെസ്പോണ്ട് ഒന്നും ഫിസിക്കലായിട്ടും പറയില്ല. അത് കമ്മ്യൂണിക്കേഷൻ ചെയ്തവർക്ക് ഒരാൾ പറഞ്ഞത് മെന്റലി മീൻസ് ഡിസ്റ്റർബും ചെയ്യിപ്പിക്കാം. അങ്ങനത്തെ ടോട്ടലി ഞാൻ എസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? നോ എന്നുള്ളൊരു ആൻസർ അങ്ങനെ ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോ കൺക്ലൂഡ് ചെയ്തോട്ടെ മാം. Okay, so communication is overall it is vital or important because it builds relationships. How does it build relationship? It builds relationship by enabling the sharing of thoughts, feelings, and needs, fostering trust and understanding in personal and professional settings. Communication എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ പ്രൊഫഷണൽ ആയിക്കോട്ടെ, നമ്മൾ പേഴ്സണൽ ആയിക്കോട്ടെ, നമ്മളെ ഫീലിങ്സും അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. നമ്മൾ തന്നെ ഇപ്പോൾ ഈ കോഴ്സിൽ വന്നതിന് ശേഷം പല ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർ നേരിട്ട് ഇപ്പം അവിടെ പോയി കണ്ടവർക്ക് നേരിട്ട് കണ്ടു, അല്ലാതെ പരസ്പരം കാണാതെ തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടുന്നത്? കമ്മ്യൂണിക്കേഷനിൽ കൂടെ കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് നമ്മുടെ ലൈഫിന്, നമ്മുടെ സോഷ്യൽ സർക്കിൾ നമുക്ക് വലുതാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് തന്നെ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൊളാബറേഷൻ, എൻഷുറിങ് ഓർഗനൈസേഷൻസ് ക്യാൻ ഓപ്പറേറ്റ് സ്മൂത്ത്ലി. അല്ലെ, നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്താ പ്രോപ്പർ ആയിട്ടുള്ള നമുക്കൊരു പ്രോബ്ലം സോൾവിങ് വേണം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെ. പ്രോബ്ലം സോൾവിങ് വേണം, ഡിസിഷൻ മേക്കിംഗ് വേണം അല്ലെ, പിന്നെന്താ സഹവർത്തിത്വം വേണം. ഇതൊക്കെ ഏതിലൂടെയാണ് നമുക്ക് നടത്താൻ പറ്റുന്നത്? ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ കൂടെ മാത്രമാണ് നടത്താൻ പറ്റുന്നത്. ആൻഡ് ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട്സ് an individual as well as its career growth, and it is a foundation for a collaborative, friendly and cohesive society. Thank you. Okay. Thank you. Then ഇനി ആരാണ് പ്രസന്റ് ചെയ്യാനായിട്ടുള്ളത്? അങ്കിത റെഡി അല്ലേ പ്രസന്റ് ചെയ്യാൻ? മാം ആക്ച്വലി ഞാൻ റെഡി മാം. കുഞ്ഞിനെ ഓർമ്മിക്കുന്നുണ്ട്, എന്റെ ബുക്കെല്ലാം പുറത്തുണ്ട്. ജസ്റ്റ് ഞാനിങ്ങനെ വായിച്ചാലും മതിയാവും. മീൻസ് ഞാൻ എഴുതി വെച്ച നോട്ടും മൊബൈലുണ്ട്.
മതിയോ? ആക്ച്വലി അവള് ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ നേരത്തെ എടുക്കട്ടെ. ഞാൻ ചെയ്യാം സിമ്പിൾ ആയിട്ട്. സെയിം അല്ല, ഏകദേശം ആഷ്മി നവമിന്റെ മാതിരി തന്നെ ഇല്ലു. ജസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം മാം. ഓക്കെ ഓക്കെ. പിന്നെ എനിക്കൊരു കാര്യം, ഒരു സെക്ഷൻ പറയാനുള്ളത്, നിങ്ങൾ സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോൾ വീഡിയോ കൂടി ഓൺ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ചെയ്യാൻ പറ്റാത്തവരുണ്ടാകാം, പക്ഷെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് അങ്ങനെ ചെയ്യുന്നത്. സെമിനാർ പ്രസന്റ് ചെയ്യില്ല നമ്മളെ കാണുന്നത്, നമ്മുടെ ശബ്ദമൊക്കെ വോയിസ് ഒക്കെ ഒരുമിച്ച് കേൾക്കുന്നതൊക്കെ കുറച്ചും കൂടി എഫക്ട്ഫുൾ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ പ്രസന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ മാം, നെക്സ്റ്റ് ക്ലാസ് അങ്ങനെ ട്രൈ ചെയ്യാം. ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു എഫക്ട് കിട്ടും അതിന്റെ. ആ സെമിനാർ പറയുന്നതിന്റെയും കേൾക്കുന്നത്, നമ്മൾ ഒരാളെ കാണുന്നു, അയാളുടെ അപ്പിയറൻസ്, അതുപോലെ അയാളുടെ ശബ്ദം, ഇതൊക്കെ ഒരുമിച്ച് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എന്റെ ഒരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ ഓക്കെ മാം. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. Okay. Good afternoon, ma'am, and good afternoon, everyone. And my topic is components of communication. And what is communication? Communication is the process of exchanging information, idea, or message between individual or group. It is a vital aspect of our personal and professional lives. Ma'am, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല മാം? വേണ്ട, ഇംഗ്ലീഷിൽ മതി. Okay. And why is communication important in our life? Effective communication help us to build a strong relationship, convey idea and thought clearly, and avoid misunderstanding, and achieve personal and professional goals. To communication നമുക്ക് മാം മലയാളത്തിൽ നേരിടണക്കയ്യ മാം, ഞാൻ ജസ്റ്റ് വായിച്ചോണ്ട് പോവാം. Okay, achieve the personal and professional goals. And components of communication. And in components, there are several points. Sender, message, medium, receiver, decoding, and feedback, and last one, noise. The sender. Who is the sender? Sender initiate the communication process, conveying message, idea, or information. And the message, the core of communication, containing the information or idea being conveyed by verbal or non-verbal. Medium, the channel used to transmit the message, face-to-face or phone call, or body language, or facial expression, or email or text message, or letters through we communicate through medium. Receiver, get the message and decode it, interpreting its meaning. Ma'am, echo അടിക്കുന്നുണ്ടോ മാം? എന്താ? I mean voice written. വരുന്നുണ്ടോ? Yes ma'am. മൈക്ക് ഓൺ ആണോ ആരുടെയെങ്കിലും? വരുന്നുണ്ട് മാം, എക്കോ ഉണ്ട്. ഇപ്പൊ വരുന്നുണ്ട് അല്ലേ? In medium, mediumly, the channel used to transmit the message. Verbal means face to face or phone, through phone call. Non-verbal means body language or facial expression. Written means ഞമ്മ email or text message or letter through ഞമ്മ ചെയ്യുന്നത് അതിനെ written medium എന്ന് പറയാം. And receiver get the message and decode it, interpreting its meaning. And decoding, the receiver interprets and understand the message using their knowledge, experience, and context. This step is crucial as it determines how well the message is understood. Feedback, the receiver response or reaction, helping the sender know if the message was understood correctly. Context influence how the message is interpreted and understood. The example, situation, environment, or
എന്താ പറയാ, അങ്ങനെ എന്തോ പറ്റുന്നു. നോയ്സ് interferes with the message, clarify or understanding. Physical noise means example ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് എന്ന് എടുക്കാം. എമോഷണൽ നോയ്സ് നമ്മൾ സ്ട്രെസ് ഓർ ആൻസൈറ്റീസ് നമ്മൾ അതിലൊക്കെ റെസ്പോണ്ട് കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും. പിന്നെ സിമാൻറ്റിക് നോയ്സ് ലാംഗ്വേജ് ബാരിയേഴ്സ് ഓർ സംതിങ്. മാം സോറി മാം, ആക്ച്വലി ഞാൻ നീറ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം, അത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ കൺക്ലൂഷൻ, നോ മാം, ഒരു conclusion. Understanding the components help us communicate efficiently, avoiding misunderstanding and ensuring clear transmission of ideas. Thank you ma'am. ഓക്കെ. സോറി മാം, പ്രിപ്പയർ ചെയ്തത് വേറെ മാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മാം ആക്ച്വലി. Okay, first one, can you think of a time when efficient communication made a big difference in your life or work? Yes or no li answer paraya ma'am. Can you think of a time when effective communication made a big difference in your life or work? Yes. Yes. And how do you handle noise or distraction when trying to communicate with someone? എങ്ങനെ എന്ത് വോയിസ് നോയ്സിനെ ഇതാക്കും? ഐ മീൻ ഹൗ ഡു യു ഹാൻഡിൽ നോയ്സ് ഓർ ഡിസ്ട്രാക്ഷൻ വെൻ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് സംവൺ? നോ ആൻസർ. എങ്ങനെ നോയ്സിനെ ഇതാക്കുന്നു മീൻസ് ഇപ്പൊ നമുക്ക് വരുന്ന ഡിസ്റ്റർബൻസിനെ എങ്ങനെ സോൾവ് പറയട്ടെ? ചെയ്യുന്നു? ഹലോ, യെസ്. ശ്രീദേവിയാണ്. ഇപ്പോ ഒരാളോട് പറയാനുള്ള കാര്യം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മാക്സിമം നമ്മൾ രണ്ടുപേര് മാത്രമുള്ളൊരു സിറ്റുവേഷൻ അതിനായിട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കും മാക്സിമം. ആ ഒരു പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. എനി അതർ ആരെങ്കിലും വേറെ? ഇപ്പൊ ത്രൂ കോൾ വിളിക്കുമ്പോ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അപ്പൊ എന്താ ചെയ്യൂ? കണക്ട് ആക്കും. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് മാക്സിമം നോക്കും. അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ കറക്റ്റ്. ഇപ്പൊ ത്രൂ കോൾ നമുക്ക് നെറ്റ് അല്ല കിട്ടാത്ത, അപ്പൊ നമ്മ എന്താക്കും? നെറ്റ് കിട്ടുന്ന സ്ഥലമോ അല്ലെ പ്ലെയിൻ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലത്തിൽ പോയിട്ട് നമ്മ കോൾ റിസീവ് ആക്കും, ഇല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ആക്കും. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ? എല്ലാവരുടെയും ഓൾമോസ്റ്റ് പ്രസന്റ് ചെയ്തു അല്ലേ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എടുത്തായിരുന്നു അല്ലെ? നിങ്ങൾക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ 3 എടുത്തു. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷൻ അല്ലെ? ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അശ്മി ചെയ്തിട്ടുണ്ടോ? മാം അന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ടോപ്പിക് അതിന്റെ റീസൺ പറയണ രീതിയിൽ അങ്ങനെ പോയിന്റ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തേക്കണേ, ജസ്റ്റ് സെമിനാർ പോലെ തന്നെ. ഓക്കെ, ഒന്ന് പ്രസന്റ് ചെയ്തോളൂ അശ്മി. ഓക്കെ.
Good afternoon, ma'am. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്. റീസൺ പറയാം. വൈ? Visualizing and observing classroom communication methods can have several benefits for teachers, students, and the overall learning environment. Here are some of the benefits for teachers. First one, improve teaching strategies. Observing classroom communication can help teachers identify areas for improvement and develop more effective teaching strategies. Teachers main ആയിട്ടുള്ള ബെനിഫിറ്റ് ഫസ്റ്റ് പോയിന്റ് ആണ് ഇംപ്രൂവിങ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. അതായത് എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ടീച്ചേഴ്സിന് ഇപ്പൊ എവിടെയാണ് കുറവും കാര്യങ്ങളാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് അതൊന്നും കൂടി ഡെവലപ്പ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ട് ടീച്ചിങ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, എൻഹാൻസ്ഡ് സ്റ്റുഡന്റ് എൻഗേജ്മെന്റ്. By visualizing communication patterns, teachers can identify ways to increase student participation and engagement. For example, പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നലെ തന്നെ നമ്മള് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നപ്പോൾ തന്നെ ശനിയാഴ്ച വന്നപ്പോൾ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങള് കാണുമോ, വിഷ്വലൈസ് ചെയ്യുമോ, അത് എക്സ്പീരിയൻസ് ചെയ്യുമോ, അതിൻ്റെതായ ഒരു സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എൻഗേജ്ഡ് ആയിരിക്കും. ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടീനെ പിങ്ക് കളർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കണേക്കാളും ആ പിങ്ക് ടവർ കാണിച്ച് പിങ്ക് ടവർ ആ കുട്ടീനെ എക്സ്പീരിയൻസ് ചെയ്ത് ആ പിങ്ക് കളർ കണ്ട് ഒബ്സർവ് ചെയ്ത് ആ കുട്ടീനെ മൈൻഡിലേക്ക് കയറ്റുന്നതും നമ്മൾ വെറുതെ ഓറലായിട്ട് പിങ്ക് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ സ്റ്റുഡന്റിന്റെ ഒരു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിന് കൂട്ടാനായിട്ട് സാധിക്കും. തേർഡ് പോയിന്റ്, ബെറ്റർ ക്ലാസ് റൂം മാനേജ്മെന്റ്. Observing communication can help teachers manage the classroom more effectively, reducing disruptions and improving student behavior. അതായത് ഇപ്പൊ നമ്മൾ വെറുതെ ഒരു ഓറലായിട്ട് വെറുതെ ക്ലാസ്സിന് എടുത്ത് പോണേക്കാളും അവരൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോ സ്റ്റോറി ടെൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റോറി മാസ്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത് അവർക്ക് നാരേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ടീച്ചേഴ്സിന് നന്നായിട്ട് ക്ലാസ് എൻഗേജ്ഡ് ആയിട്ട് നിർത്താനായിട്ട് പറ്റും. ക്ലാസ് റൂം ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ബെനിഫിറ്റ്സ്, സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, ഇൻക്രീസ് സെൽഫ് അവയർനെസ്. Visualizing communication patterns can help students become more aware of their own communication styles and identify areas for improvement. അതായത് കുട്ടികൾക്ക് അവരിൽ തന്നെ ഒരു സെൽഫ് അവയർനെസ് കിട്ടും. ഒരു മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങൾ അവർക്ക് തന്നെ ഒരു അവബോധമായിട്ട് കിട്ടും. അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇപ്പൊ നമ്മള് ബ്രൗൺ സ്റ്റെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ കൺട്രോൾ ഓഫ് എറർ പറഞ്ഞ പോലെ എവിടെയാണ് തെറ്റ്, ആ തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് സ്വയം അത് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി കൂടി കിട്ടും. സെക്കൻഡ് വൺ, improved communication skills. By observing effective communication methods, students can develop better communication skills, including active listening and clear expressions of ideas. അതായത് മെയിൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർ കണ്ട് മനസ്സിലാക്കുമ്പോൾ അവർ കണ്ണിക്കൂടെ അല്ലെങ്കിൽ സെൻസ് ചെയ്ത് മനസ്സിലാക്കുമ്പോഴൊക്കെ സെൻസ് ഓർഗൻസ് കൂടി മനസ്സിലാക്കുമ്പോൾ അവർക്ക് മെയിൻ ആയിട്ട് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനൊക്കെ കുട്ടികൾക്ക് സാധിക്കും. അടുത്തതാണ് എൻഹാൻസ് ലേണിംഗ് ഔട്ട്കം. Effective communication can lead to better understanding and retention of material, resulting in improved learning outcomes. അതായത് മെയിൻ ആയിട്ട് ഇങ്ങനെ വെറുതെ നമ്മൾ ഓറലായിട്ട് ഇങ്ങനെ പറഞ്ഞ് കുട്ടികൾ പഠിപ്പിക്കാനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പിക്ചറൈസേഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്ത് അവർ സെൻസ് ചെയ്തോ ഒക്കെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒബ്സർവ് ചെയ്യാനും സാധിക്കും. അത് അവരുടെ ഔട്ട്കം നമുക്ക് തിരിച്ചു കിട്ടുന്ന ആ ലേണിംഗ് ഔട്ട്കം സാധാ പഠിപ്പിക്കുന്ന മെത്തഡിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും. ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് പെട്ടെന്ന് കുട്ടികൾ കാര്യം മനസ്സിലാക്കാനും അവർക്ക് റീച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്മാത്ര സിനിമയില് മോഹൻലാൽ ഒരു PTA മീറ്റിങ്ങിന് പോകുമ്പോ ആ കുറച്ച് വേർഡ്സ് വെറുതെ ഇങ്ങനെ പറയും. പക്ഷെ ആ വേർഡ്സ് പറയുമ്പോ ആർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മൾ ഓരോ ഇൻസിഡന്റ് വെച്ചിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് ആ പിക്ചറൈസേഷൻ കൊണ്ടുവരുമ്പോൾ ഈസി ആയിട്ട് ആ പോയിന്റ്സ് പറയുന്നത് കാണാം തന്മാത്ര സിനിമ. അതുപോലെ തന്നെ ഓർമ്മയുണ്ടോ മുഖം എന്ന് പറയുന്ന സിനിമയില് വിനീത് ശ്രീനിവാസിന് നമിത പറഞ്ഞു കൊടുക്കുന്ന ടെക്നിക്ക് അങ്ങനെ തന്നെയാണ്. കുറെ പോയിന്റ്സ് ഒറ്റയടിക്ക് പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റുഡൻസിന് അത് ഓർത്തിരിക്കാനോ
കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. പക്ഷെ നമ്മളൊരു പിക്ചർ കൊടുത്തിട്ട് ആ പിക്ചറിൽ കൂടെ കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ബ്രെയിനിലേക്ക് പെട്ടെന്ന് കയറാനും ഒക്കെ സഹായിക്കും. അപ്പൊ മെയിൻ ആയിട്ട് എന്റെ പേഴ്സണൽ ഇതായിട്ട് സെക്കൻഡ് പോയിന്റ് ആണ് മെയിൻ ആയിട്ട് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന മെത്തേഡ് ആണ് മെയിൻ ആയിട്ട് മൈ ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്, നന്നായിരുന്നു കേട്ടോ. അപ്പോ ബാക്കിയുള്ളവരോട് ഞാൻ ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും തന്നെ ഒന്ന് നോക്കിയിട്ട് വരിക, നിങ്ങൾക്ക് ഏത് തരം കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you.